ചാനൽ. ഇന്ന് വന്നിട്ടൊരു റിയാക്ഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എൻ്റെ കുറച്ച് പഴയ ഫോട്ടോസിന് റിയാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം പഴയ ഫോട്ടോസ് എന്ന് പറയുമ്പം എൻ്റെ ചൈൽഡ്ഹുഡിലെ ഫോട്ടോസും ഉണ്ട്, അതേപോലെ തന്നെ എൻ്റെ സ്കൂൾ ടൈമിലുള്ള കുറച്ച് ഫോട്ടോസും ഉണ്ട്. അപ്പം എൻ്റെ ചൈൽഡ്ഹുഡിലെ ഫോട്ടോസ് എൻ്റെ കയ്യിൽ അധികം ഇല്ല കേട്ടോ, എന്താ എനിക്കറിയില്ല. ആകെ കുറച്ച് ഫോട്ടോസ് എൻ്റെ കയ്യിലുള്ളൂ. പക്ഷേ സ്കൂളിലെ ഫോട്ടോസ് ആണെങ്കിൽ കുറേ എണ്ണം ഉണ്ട്. എൻ്റെ സ്കൂളിൽ ഇങ്ങനെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒരു ഫോട്ടോഗ്രാഫർ എപ്പോഴും വന്ന് ഫോട്ടോസ് എടുക്കും. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ +2 വരെ ഞാൻ പഠിച്ചിട്ടുള്ളത് ഒരേ സ്കൂളിൽ തന്നെയാണ്. അതുകൊണ്ട് സെയിം ആൾ തന്നെയായിരുന്നു ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു 12th എന്ത് പരിപാടിക്കാണെങ്കിലും ഇദ്ദേഹം തന്നെയായിരുന്നു വന്ന് ഫോട്ടോസ് എടുക്കാറുള്ളത്. അപ്പം ഞാൻ ആ ഫോട്ടോഗ്രാഫർ മാമൻ ഈ സമയത്ത് സ്മരിക്കുന്നു. ബിക്കോസ് ആളൊരു ഒരു മെമ്മറബിൾ സംഭവമാണ് ഈ മാമൻ. എപ്പോഴും എല്ലാ പരിപാടിക്കും വന്ന് ഫോട്ടോ എടുക്കുന്ന ഇദ്ദേഹം. അപ്പം സോ ഞാനിപ്പം റിയാക്ട് ചെയ്യാൻ പോകുന്നത് അങ്ങനെ 12 ഫോട്ടോസിനാണ്. അതേപോലെ തന്നെ എൻ്റെ തൊട്ട് മുന്നേ ഉള്ള വീഡിയോ കണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്കും അതേപോലെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തതും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കപ്പം വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം ഞാൻ ആദ്യമായിട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്ന ഫോട്ടോ ഇതാണ്. നിങ്ങളിവിടെ കാണുന്നുണ്ടാവും സ്ക്രീനിൽ. അപ്പോൾ ഈ ഫോട്ടോ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എനിക്കൊരു 1.5 വയസ്സൊക്കെ പ്രായം ഉണ്ടാവുള്ളൂ. പിന്നെ എനിക്ക് കുറവായിരിക്കും. ഇതിനകത്തുള്ള ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് മാമാട്ടിക്കുട്ടിയമ്മ ഹെയർ സ്റ്റൈലൊക്കെ ഇട്ടല്ലേ പണ്ടത്തെ, ആ ഹെയർ സ്റ്റൈലാണ് എനിക്കിതിലുള്ളത്. അമ്മ മുറിച്ചതാണോ എന്ന് എനിക്ക് ശക്തമായ സംശയമുണ്ട്. എന്നാലും അതാണ് ഈ ഹെയർ സ്റ്റൈൽ. അയ്യോ, കുഞ്ഞി കണ്ണൊക്കെ ആയിരുന്നു എൻ്റെത്. ആനേൻ്റെ കണ്ണെന്ന് പറയില്ല, അതുപോലത്തെ കണ്ണുകളായിരുന്നു എനിക്ക്. പിന്നെ എൻ്റെ ഐബ്രോസിലെ അസിമെട്രിക്കൽ ഐബ്രോസ് ആയിരുന്നു. ഇപ്പോഴും അതെ, ഒരു ബന്ധമില്ലാത്ത ഐബ്രോസ് അല്ലേ ഉള്ളത്. അപ്പം എൻ്റെ അമ്മ എൻ്റെ ഐബ്രോസ് ശരിക്കും എഴുതാറില്ല. ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കുന്ന ദിവസം ആയതുകൊണ്ട് എങ്ങാനും എഴുതി തന്നിരിക്കുകയാണ്. ഞങ്ങളെ വീട്ടിൽ ഒരു ഫോട്ടോഗ്രാഫർ വന്ന് ഒരു ദിവസം വൈകുന്നേരമൊക്കെ ആയപ്പോൾ എടുത്തൊരു ഫോട്ടോ ആണ്. ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഫുൾ ഫാമിലി എല്ലാവരും കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പം ഞാനെങ്കിൽ ഈ ഫോട്ടോ ആണ് റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫോട്ടോ. അതായത് സെക്കൻഡ് ഫോട്ടോ, ഈ ഫോട്ടോ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചും കൂടെ പ്രായം ഉണ്ടാവും. പക്ഷേ അതേ ഹെയർ സ്റ്റൈൽ, അതേ ഐബ്രോസ്, അതേ പൊട്ട്, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇതിനകത്തുള്ളത്. ഈ ഡ്രസ്സ് ഇപ്പോൾ അടുത്ത് വരെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എവിടെ പോയി എനിക്കറിയില്ല. പക്ഷേ ഇതൊരു വെരി മെമ്മറബിൾ സാധനമായിരുന്നു ഇത്. അതായത് ഗുജറാത്തി സ്റ്റൈലിലുള്ള എന്താ പറയുക, ചുരിയല്ല ചോളി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സാധനമായിരുന്നു ഇത്. എനിക്ക് വയ്യ. ക്യൂട്ട് കുട്ടി, ഞാനൊരു ക്യൂട്ട് കുട്ടിയായിരുന്നു ഗൈസ്. അടുത്ത ഫോട്ടോ ഇതെൻ്റെ സ്കൂളിൽ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പം എനിക്ക് ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു സ്പോർട്സിൽ. അപ്പോൾ ആ ഫോട്ടോ ആണിത്. അപ്പോൾ ഇതിൽ ഞാൻ ഡ്രസ്സൊക്കെ ഞാൻ ഗംഗാ ഹൗസിലായിരുന്നു നോക്കി, അതുകൊണ്ടാണ് ബ്ലൂ കളർ. ഞങ്ങളുടെ സ്കൂളിൽ 4 ഹൗസസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കുട്ടികളെ ഡിവൈഡ് ചെയ്തിട്ട് അവർ തമ്മിലായിരുന്നു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഗംഗാ ഹൗസിലായിരുന്നു. അപ്പം അതാണിത് സംഭവം. അതൊക്കെ ഭയങ്കര മെമ്മറീസാണ്. ഈ സ്കൂളിപ്പം ഇങ്ങനെയല്ല കേട്ടോ, ഇവിടുത്തെ ഗ്രൗണ്ടും എല്ലാം ഭയങ്കരമായിട്ട് മാറിയിരിക്കുന്നു. അപ്പം ഇതാണ് മൂന്നാമത്തെ ഫോട്ടോ. അടുത്ത ഫോട്ടോയിലേക്ക് കടക്കാം. ഇതിൽ ഞാൻ 6th സ്റ്റാൻഡേർഡിലാട്ടോ ഉള്ളത്. ഇതിപ്പം എനിക്ക് തോന്നുന്നു ഞാൻ മോണോ ആക്റ്റാണ് ചെയ്യുന്നത് ഇതിനകത്ത്. ഞാനൊരു ചെറുപ്പത്തിൽ, അതായത് എനിക്കൊന്ന് ആ 6th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡ് അല്ല 5th ആ ഒരു സമയത്ത് ഞാൻ മോണോ ആക്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഞാൻ ഈ സ്കൂൾ ആനുവൽ ഡേയ്സിനും അതേപോലെ ഇതിപ്പം എനിക്ക് തോന്നുന്നത് ഇത് ജൂനിയർ ഫെസ്റ്റാണ്. അപ്പം ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ എൻ്റെ മോണോ ആക്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഫോട്ടോ ആണിത്. പിന്നെ ഇത് കോമഡിയാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ സീരിയസ് സംഭവമാണ് ഗൈസ്, ചിരിക്കരുത്. ഒരു ദിവസം ഞാൻ ക്ലാസ്സിലിരിക്കുകയായിരുന്നു. ഐ തിങ്ക് ഇതൊരു 7th or 8th അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് എന്നെ ആരോ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പണിഷ്മെൻറ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ എന്തോ ഒരു ബിഗ് ഡീൽ ഇസ് ഗോയിങ് ടു ഹാപ്പൻ, അതാണ് നമ്മളെ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ പോയി. അപ്പോൾ എൻ്റെ അടുത്ത് അനാമിക ഹലോ ഇങ്ങനെ എന്തൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് പിന്നെ ദെൻ ഷി വാസ് ലൈക്ക് പാടകം. അപ്പം ഞാൻ കേട്ടത് പാടണം എന്നാ. അപ്പം ഞാനിങ്ങനെ പാടാം അങ്ങനെ പറഞ്ഞു. സംഭവം എന്ന് ശരിക്കും പറഞ്ഞതെന്ന് വെച്ചാൽ പാഠകം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ആർട്ട് ഫോമിൻ്റെ പേര് പാഠകം എന്നാണ്, പാഠകം. അപ്പം ഇത് എന്താണെന്ന് ചോദിച്ചാൽ സത്യമായിട്ട് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ ഞാൻ കുറേ പുരാണങ്ങളും അങ്ങനത്തെ കുറേ കഥകൾ ഒരു 15 പേജ് എങ്ങാനും ഞാൻ മൊത്തം ബൈഹാർട്ട് ചെയ്തിട്ട് അവതരിപ്പിച്ചൊരു ഇവൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഇത് പഠിക്കാൻ. കാരണം ഇത് മലയാളവും സംസ്കൃതവും അങ്ങനെ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള കുറച്ച് ശ്ലോകങ്ങളും ഒക്കെ കൂടെ ഉള്ളൊരു ആർട്ട് ഫോം ആണ് കേട്ടോ ഇത്. അപ്പം എൻ്റെ സൗണ്ട് ഒന്ന് പോയാകാം. അപ്പം എന്നെ ഈ ഒരു ഐറ്റം പഠിപ്പിച്ചത് എൻ്റെ സ്കൂളിലുണ്ടായിരുന്നൊരു ജയശോഭ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാമായിരുന്നു.
അപ്പം അങ്ങനെ ഞാൻ പാടണം എന്ന് കേട്ട് ഓക്കെയും പറഞ്ഞു പോയി. പിന്നെ ഇത് ഇത്രയും 15 പേജ് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് കേട്ടപ്പോൾ എനിക്ക് പിന്മാറാനും പറ്റിയില്ല. ഞാൻ അബദ്ധത്തിൽ പെട്ടുപോയൊരു പരിപാടിയാണ് ഗൈസ് ഇത്. പക്ഷെ എന്നാലും ഭംഗിയായി ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ആനുവൽ ഡേ അന്ന് ചെയ്തൊരു പരിപാടി. അത് കൂടുതലും ഈ കുട്ടികളുടെ പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ കാണാൻ വന്നപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടത്. കാരണം എനിക്ക് തന്നെ ഇതിലൂടെ അധികം റിലേറ്റ് ചെയ്യാൻ പറ്റി ചെയ്തതല്ല, എന്തോ ഒരു ഇതിലങ്ങ് ചെയ്തു പോയെന്നേ ഉള്ളൂ. പക്ഷേ അതായിരുന്നു ദാറ്റ് വാസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടൈം, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം ഞാനിത് ചെയ്തത്. അപ്പം അതങ്ങനെ. അടുത്തത് ഞാൻ 2 ഫോട്ടോസ് ഒരുമിച്ച് റിയാക്ട് ചെയ്യാം. ഇത് രണ്ടും എനിക്ക് എൻ്റെ സ്കൂളിൽ സ്പോർട്സ് ഡേൻ്റെ അന്ന് ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് ട്രോഫി വാങ്ങിക്കുന്ന ഫോട്ടോ ആട്ടോ. സോ പ്രൗഡ്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ സ്പോർട്സ് ഡേ കഴിഞ്ഞിട്ട് ഈ ക്ലോസിങ് സെറമണി ഉണ്ടാവുമല്ലോ ലാസ്റ്റ്, എല്ലാവരും ഇങ്ങനെ എല്ലാ ഹൗസസും മാർച്ച് പാസ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ക്യാപ്റ്റൻ വന്നിട്ട് ഇത് പരിപാടി കഴിഞ്ഞതായിട്ട് സംസാരിക്കും. അങ്ങനെ എന്തൊക്കെയോ ഒരു ക്ലോസിങ് സെറമണി ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ചീഫ് ഗസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഈ ചീഫ് ഗസ്റ്റ് വന്നിട്ടാണ് നമുക്ക് ഈ ഇൻഡിവിജ്വൽ ചാമ്പ്യൻസ്, എല്ലാ ഗ്രൂപ്പിനകത്തുള്ള ഇൻഡിവിജ്വൽ ചാമ്പ്യൻസിന് ഈ ട്രോഫി തരുന്നത്. അപ്പോൾ ആ പരിപാടിയാണിത്. ഈ ബ്ലൂ ഡ്രസ്സ് ഇട്ടിട്ടുള്ളതാണ് ഞാൻ 9th സ്റ്റാൻഡേർഡിലും, ഈ യെല്ലോ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത് 10th സ്റ്റാൻഡേർഡിലും കേട്ടോ. 9th സ്റ്റാൻഡേർഡിൽ എന്നെ കാണാനൊരു വൃത്തിയുണ്ട്. 10th സ്റ്റാൻഡേർഡ് ആയപ്പോഴത്തേക്ക് ഞാൻ പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്രേസസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഈ വൃത്തികെട്ട ചിരി. ഹണി ഒരു കാലഘട്ടം ഗൈസ്, ഇങ്ങനെ കടന്നു പോയത് എനിക്കറിയില്ല. അടുത്ത ഫോട്ടോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും. അയ്യോ, ഇത് ഞങ്ങളാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. നമ്മളിപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഞാൻ എൻ്റെ 7th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡ് മുതൽ ഞങ്ങൾ ആ സമയത്ത് 7th ഞങ്ങൾ കണ്ടുമുട്ടുന്നതും. പിന്നെ ഇപ്പം വരെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് തന്നെയാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി, ഐ എം സോ പ്രൗഡ്, ഐ ഫീൽ റിയലി ബ്ലെസ്ഡ് ടു ഹാവ് ദീസ് പീപ്പിൾ ഇൻ മൈ ലൈഫ്. അപ്പം അവരാണിത്. ഇന്ന് ഞങ്ങൾ ലാസ്റ്റ് 10th ആയതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ നേരത്തെ പറഞ്ഞ ഫോട്ടോഗ്രാഫർ മാമില്ലേ, മൂപ്പരെ വിളിച്ചിട്ട് ഫോട്ടോ എടുത്തോന്ന് ചോദിച്ച് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഫോട്ടോ എടുത്തു തന്നതാണ്. ആൾ യൂഷ്വലി ഈ ഇവൻറ്റ്സ് ഒക്കെ ഫോട്ടോ എടുക്കുള്ളൂ. പക്ഷേ ഞങ്ങളിങ്ങനെ കണ്ടുപരിചയമുള്ളതുകൊണ്ടും ഞങ്ങളിങ്ങനെ പ്ലീസ് ചേട്ടാ അല്ല മാമ ഒന്ന് ഫോട്ടോ എടുത്തോ എന്നൊക്കെ ചോദിച്ച് സോപ്പിട്ട് അങ്ങനെ ഞങ്ങൾ എടുപ്പിച്ച ഫോട്ടോ ആണിത്. ഒരുപാട് കാലം കഴിഞ്ഞുപോയി. ഇത് വന്നിട്ടൊരു ഞാൻ ഏതോ റിപ്പബ്ലിക് ഡേക്കോ ഇൻഡിപെൻഡൻസ് ഡേക്കോ അങ്ങനെ എന്തോ ഒരു ദിവസം ഒരു സ്പീച്ച് പറഞ്ഞതിൻ്റെ ഫോട്ടോ ആണ്. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ 9th സ്റ്റാൻഡേർഡിലാണോ. പല്ലി ക്ലിപ്പുണ്ടോ? പല്ലി ക്ലിപ്പില്ല. 9th സ്റ്റാൻഡേർഡോ 11th സ്റ്റാൻഡേർഡോ 10th അല്ല എന്തായാലും. പല്ലിൽ ക്ലിപ്പില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ മനസ്സിലാവും. അനാമിക അയ്യോ 10th പല്ലിൽ ക്ലിപ്പുണ്ട് ഗൈസ്. പല്ലിൽ ക്ലിപ്പുള്ള ഫോട്ടോ ആണിത്. പക്ഷേ ഈ ഫോട്ടോയിൽ കാണാൻ പിന്നെ ഒരു വൃത്തിയുണ്ട് കേട്ടോ. വൃത്തിയില്ലാത്ത ഫോട്ടോ ഞാനിപ്പോൾ അറ്റാച്ച് ചെയ്യും ഗൈസ്. അതിൽ മനസ്സിലാവും നിങ്ങൾക്ക് വായിൽ ക്ലിപ്പ് ഉണ്ടെന്നുള്ള കാര്യം. ക്ലിപ്പിട്ട കാലമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേസ്റ്റ് ആൻഡ് മോസ്റ്റ് പെയിൻഫുൾ കാലഘട്ടം. അയ്യോ, എനിക്ക് ഓർമ്മ ഉണ്ട് നമ്മുടെ ബാസ്കറ്റ് ബോൾ കളിക്കുമ്പം ഈ ബ്രേസസിൻ്റെ മേലെ വന്ന് ബാസ്കറ്റ് ബോൾ തട്ടിയിട്ട് ഈ ഒരു കമ്പി ഉണ്ടാവില്ലേ, അത് തട്ടി എൻ്റെ ഇവിടെ ഇങ്ങനെ അതേ ഇതിലങ്ങ് മുറിഞ്ഞു ചീക്സിന് അത് ഉള്ളിൽ. ഭയങ്കര വേദനയായിരുന്നു. പിന്നെ അതേപോലെ നമ്മൾ ഈ ക്ലിപ്പിട്ടവർക്ക് അറിയാം, അതൊന്ന് എല്ലാ മാസവും നമ്മളിത് ടൈറ്റൻ ചെയ്യാൻ പോകും. ടൈറ്റൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈറ്റനിങ്ങും പിന്നെ അതേപോലെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നൊരു സമയമാണ്. അങ്ങനെ അത് പോയിട്ടില്ലെങ്കിൽ, അത് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ ലൂസാവും, അഴിഞ്ഞു പോകും. അതും പ്രശ്നമായത് തട്ടി മുറിഞ്ഞ് നമുക്കൊരു സാധനം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് നമുക്ക് ഡെയിലി ഇങ്ങനെ എക്സാമുള്ള വീക്കോ അല്ലെങ്കിൽ അങ്ങനെ സ്പെഷ്യൽ ക്ലാസ്സോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഡോക്ടറെ കാണാനേ പോകാൻ പറ്റാത്ത സമയമായിരുന്നു. അന്നൊക്കെ അനുഭവിച്ച വേദന. ഇപ്പം ആര് ബ്രേസസ് ഇടുക എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അത് ഓർമ്മ വന്നിട്ട് സങ്കടം. അപ്പം അതാണ് ആ ഫോട്ടോ. അതൊക്കെയാണ് എൻ്റെ ആ കാലഘട്ടം. പിന്നെ ഇതെൻ്റെ തിരുവാതിര കേട്ടോ. ഞങ്ങൾ ഈ വൈറ്റ് യൂണിഫോം, ഇതൊരു വെനസ്ഡേ നമ്മൾ വൈറ്റ് യൂണിഫോം ഇടാറ്. അപ്പം ഇത് നടുവിൽ നിൽക്കുന്നത് സജി സാറാണ്. സജി സാർ ഞങ്ങളുടെ ഡാൻസ് ടീച്ചറായിരുന്നു. എൻ്റെ സാറ് LKG UKG ഞാൻ ആ സമയത്ത് സ്കൂളിൽ ചേർന്നപ്പോൾ തൊട്ട് എനിക്ക് ഈ സാറായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് കഴിഞ്ഞ് ഞാൻ തിരിച്ച് LKG UKG ഒരു സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പിന്നെ പഠിച്ച സ്കൂളിലേക്ക് വന്നപ്പം അവിടെ ഒരു മാം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ സാർ അങ്ങോട്ടേക്ക് വന്നു. അപ്പം സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടീച്ചറാണ്. സാറിനും അതേപോലെ ഞങ്ങളോട് അത്രയ്ക്ക് സ്നേഹമാണ്. അപ്പം ഐ ഫീൽ റിയലി ഹാപ്പി ഈ ഫോട്ടോ സ്റ്റുഡിയോക്ക് പോയതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ. ഇതിനകത്ത് ഞങ്ങളുടെ സീനിയേഴ്സും ഉണ്ട്, കുറച്ച് ജൂനിയേഴ്സും ഉണ്ട്. 2 തിരുവാതിര ടീം ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്താന്ന് തോന്നുന്നത്. ഇത് എന്തോ ഒരു സഹോദയ ഫെസ്റ്റോ എന്തിൻ്റെ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ സെക്ഷൻ ഉണ്ടായതാണ് സ്കൂളിൽ തന്നെ. അപ്പം ഈ 2 ഗ്രൂപ്പ് തിരുവാതിര ഒരുമിച്ച് നിന്നതിൽ എല്ലാവരും ഇല്ല ഇതിനകത്ത് ഈ ഫോട്ടോയിൽ. അപ്പം എന്നെ നിങ്ങൾ കാണുന്നുണ്ട്. സാറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഇത് +1 പല്ലിൽ കമ്പിയില്ല ഗൈസ്. അതാണിത്. വല്ലാത്ത കോലം. പിന്നെ ഇത് ഞങ്ങൾ അതേ ടീം ഞങ്ങളിത് കേരളപ്പിറവിക്ക് സ്കൂളിൽ ഡാൻസ് തിരുവാതിര ചെയ്തിട്ടുള്ള സമയത്തുള്ളതാണിത്.
അപ്പം ഈ റെഡ് ബ്ലൗസും ഈ ഭരതനാട്യം ചെയ്യുന്നതുകൊണ്ട് ഭരതനാട്യത്തിൻ്റെ ഓർണമെൻറ്റ്സ് അതിനകത്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതായിരുന്നു ആ ടീം. നല്ല നല്ല അടിപൊളി ടീമായിരുന്നു. ഞങ്ങൾക്ക് ഇതേപോലെ സൗദിക്ക് പോയിട്ട് ഫസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ വർഷമല്ല, ഇതിൻ്റെ തൊട്ടടുത്ത വർഷമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റേറ്റിലൊക്കെ പോയി. പക്ഷേ സ്റ്റേറ്റിൽ പോയിട്ട് ഞങ്ങൾക്ക് ബി ഗ്രേഡാണ് കിട്ടിയെന്ന് തോന്നുന്നു. ബി ഗ്രേഡോ എന്തോ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇതും ഇതേ സാർ നമ്മളെ പഠിപ്പിച്ചത്. ഞാൻ സജി സാറിനെ പറഞ്ഞില്ലേ, സാറിനെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ. പിന്നെ ഇത് ലാസ്റ്റ് ഫോട്ടോ, ഇതും ഞാൻ ഇതേപോലെ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഏതൊരു ആനുവൽ ഡേക്ക് എനിക്ക് എന്തോ പ്രൈസ് കിട്ടിയതാ, എന്താണെന്നറിയില്ല ഗൈസ്. ഇതും പല്ലിൽ കമ്പ്യൂട്ടർ 10th സ്റ്റാൻഡേർഡോ. അപ്പോൾ ഇതെനിക്ക് തരുന്ന അദ്ദേഹത്തിൻ്റെ പേരും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇദ്ദേഹം നമ്മുടെ സ്കൂളിൽ അസോസിയേറ്റ് ചെയ്ത് എന്ത് പരിപാടിക്ക് അവിടെ ഉണ്ടാവാറുണ്ട്. എനിക്കൊന്ന് മാനേജ്മെൻറ്റ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ആരോ ആണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഫോട്ടോസ്. ഞാൻ ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം നിങ്ങൾ കമൻറ്റ്സ് പറയും, നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം, എല്ലാം നിങ്ങൾ എന്നെ അറിയിക്കും. ഞാൻ അതിനനുസരിച്ച് നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് ഇതിൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പറയൂ. അതുപോലെ നിങ്ങളുടെ എൻ്റെ പണ്ടത്തെ കോലത്തിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പറയൂ. അപ്പം അങ്ങനെയൊക്കെ അത്രേ ഉള്ളൂ ഈ വീഡിയോ. കാണൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ആ പോകുന്ന വഴിക്ക് ആ ബെൽ ബട്ടൺ ഒന്ന് മെല്ലെ ടങ് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിനെ പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ വരും. അപ്പം നിങ്ങൾക്ക് മറക്കാതെ എൻ്റെ വീഡിയോസ് കാണാൻ പറ്റും. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.